വിവാഹമോചനത്തിലൂടെ വേർപിരിഞ്ഞ ദമ്പതികൾ 14 വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിച്ചു. ആലപ്പുഴ സ്വദേശികളായ സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയുമാണ് പുനർവിവാഹത്തിലൂടെ ഒന്നിച്ചത്. ഏകമകളുടെ ജീവിത സുരക്ഷ കണക്കിലെടുത്ത് ആലപ്പുഴ കുടുംബ കോടതി വളപ്പിൽ അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു വേറിട്ട ഒത്തുചേരലുണ്ടായത്. ഒരിക്കൽ വേർപിരിഞ്ഞ അതേ കോടതി വരാന്തയിൽ സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിയും ജീവിതം തിരികെ പിടിച്ചപ്പോൾ സാക്ഷിയായി 15 വയസ്സുകാരിയായ മകൾ അഹല്യയും ഒപ്പമുണ്ടായിരുന്നു. ആഗസ്റ്റ് 31 ആലപ്പുഴ കളർക്കോട് സ്വദേശി സുബ്രഹ്മണ്യനും കുതിരപന്തി സ്വദേശി കൃഷ്ണകുമാരിയുടെയും വിവാഹം. 2008 പെൺകുട്ടി ജനിച്ചു. നിസ്സാര പ്രശ്നത്തിൽ വഴക്കിട്ട ഇരുവരും അകന്നു ജീവിക്കാൻ തുടങ്ങിയതോടെ കേസ് കോടതിയിലെത്തി. 2010 മാർച്ച് 29 നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തി. സാമ്പത്തിക ബാധ്യതയും തിരിച്ചു നൽകിയാണ് വിവാഹമോചനം നേടിയത്. മകളുടെ ചിലവിനായി ജീവനാംശം കിട്ടണമെന്ന് കാണിച്ച് 2020 കൃഷ്ണകുമാരി ആലപ്പുഴ കുടുംബ കോടതിയിൽ ഹർജി നൽകി. സുപ്രീം കോടതിയുടെ വിധി പരിശോധിച്ച കോടതി പ്രതിമാസം 2000 രൂപ വീതം നൽകാൻ വിധിച്ചു. ഇതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ഇത് തള്ളിയ കോടതി പ്രശ്നം രമ്യമായി പരിഹരിക്കാനും നിർദ്ദേശിച്ചു. കേസ് വീണ്ടും കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ്റെ ചേംബറിൽ എത്തിയതോടെയാണ് ഇരുവരുടെയും മനസ്സു മാറിയത്. കുട്ടിയുടെ സംരക്ഷണം കണക്കിലെടുത്ത് ഒരുമിച്ച് താമസിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് മുഖേന കുട്ടിയുടെ ജീവനാംശ റൈറ്റ് അവകാശം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള വിധിയെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആലപ്പുഴ കുടുംബ കോടതി 2000 രൂപ വെച്ച് ജീവനാംശം നൽകി. ഇതിനെതിരെ സുബ്രഹ്മണ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചെങ്കിലും ആയത് നിയമപരമായി നിലനിൽക്കത്തില്ല എന്ന് കാണിച്ച് വീണ്ടും ആലപ്പുഴ കുടുംബ കോടതിയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അവരോട് കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ കുട്ടിയുടെ ഭാവിക്കും വീണ്ടും ഒരു കുടുംബജീവിതം നല്ലതായിരിക്കുമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെക്കുകയും അത് അംഗീകരിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബ കോടതി ഇവരെ വീണ്ടും ഒരുമിച്ച് താമസിക്കാനും അതേപോലെ ഇവർ തമ്മിൽ നിയമപരമായി വീണ്ടും പുനർവിവാഹം നടത്താനും തീരുമാനിച്ചിട്ടുള്ളത്. പുനർവിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചായിരുന്നു മടക്കം. കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിന് സമീപത്തെ വാടക വീട്ടിലാകും ഇനിയുള്ള താമസം. ജനം, ആലപ്പുഴ.